എന്നോ? ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ശരിയാണല്ലോ, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ? ഇങ്ങനെയൊക്കെ ആരാ ഇവിടെ ചെയ്തത്? മമ്മിയുടെ പണിയാണോ? മമ്മി മമ്മി ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ചിരിക്കണത്? നിങ്ങൾക്കറിയോ ഇന്ന് എന്റെ പിറന്നാളാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടി മമ്മി ചെയ്ത സർപ്രൈസ് ആണ്. അയ്യോ, ഇതൊക്കെ എന്താണ്? ഇതാരുടെ പിറന്നാളാണ് ഇന്ന്? മതി മമ്മി അഭിനയിച്ചത്, എനിക്കൊക്കെ മനസ്സിലായി. മനസ്സിലായെന്നോ? എന്ത് മനസ്സിലായെന്നേ? ഇന്ന് എന്റെ പിറന്നാളല്ലേ, എന്നോട് അതങ്ങ് മറന്നേ പോയിരുന്നു. മമ്മി അത് ഓർമ്മിച്ചിട്ട് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ് ഇതൊക്കെ അല്ലേ? എന്ത്? ഞാനോ? എപ്പോ? മതി മമ്മി അഭിനയമൊക്കെ, എനിക്കൊക്കെ മനസ്സിലായി. പപ്പ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും എനിക്കിങ്ങനെ സർപ്രൈസ് പാർട്ടി തരണമെന്ന്. അതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവക്കെന്താ ഭ്രാന്തായോ? ഇവളെന്തൊക്കെയായി പറയണത്? എടി പിങ്കി മോളെ, നീ ഇതെന്തൊക്കെയായി പറയണത്? എനിക്കിതൊന്നും ഓർമ്മയേ ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആരാ ചെയ്തത്? ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഹോ, എന്റെ ചക്കര മമ്മി, എനിക്കൊക്കെ മനസ്സിലായി മമ്മി. ഇനിയെങ്കിലും സത്യം പറ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. എന്ത് കാര്യമാണ് നിനക്ക് പിടികിട്ടിയത്? അപ്പം മമ്മി ക്ഷണിച്ചിട്ടാണല്ലേ ഇവരൊക്കെ ഇവിടെ വന്നത്? എന്റെ പിറന്നാളായതുകൊണ്ട് മമ്മി ക്ഷണിച്ചതല്ലേ ഇവരെയൊക്കെ? ഞാനോ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? എടി കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഇവൾ എന്തൊക്കെയായി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആരാ ഇവിടെ ചെയ്തു വെച്ചത്? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനല്ല ഇതൊന്നും ചെയ്തത്. അപ്പൊ സത്യമായിട്ട് മമ്മി അല്ല ഇതൊന്നും ചെയ്തത്? അല്ലടി അല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ ചെയ്തത് ഞങ്ങളാ. അതെ ഞങ്ങളാ. നിങ്ങളോ? അതെയല്ലോ, ഇതൊക്കെ ഞങ്ങൾ പെങ്കിമോൾക്കൊരു സർപ്രൈസ് തന്നതല്ലേ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ശരിക്കും നിങ്ങളാണോ ഇതൊക്കെ ചെയ്തത്? അതെ, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവളെ. അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇതൊക്കെ. അശ്വടാ, ചങ്ങാതിമാരായാലേ ഇങ്ങനെ തന്നെ വേണം, അല്ലാതെ ഇവളെ പോലെ മുഖം വേപ്പിച്ച് നിൽക്കുകയല്ലല്ലോ വേണ്ടത്. എടി നോക്കടി, നിന്നോടുള്ള ഇവരുടെ സ്നേഹം. നിനക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഇതൊക്കെ ചെയ്തത്? ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ മുഖത്തിന് ഒരു തെളിവുമില്ലല്ലോടി. ഇനിയും നിനക്ക് ഇവരോട് ദേഷ്യം തന്നെയാണോ? എന്താ പിങ്കി മോളെ നീ ഇങ്ങനെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല മമ്മി, എനിക്ക് ആരോടും ദേഷ്യമില്ല. എങ്കിൽ ശരി, നീ നല്ല കുട്ടിയായിട്ട് അവരോട് പോയിട്ട് സോറി പറ. നീ ചെയ്തതിനൊക്കെ സോറി പറയണം. അത് പിന്നെ അത് വേണോ മമ്മി? അത് വേണം വേണം വേണം. എങ്കിൽ മാത്രമേ നീ നല്ല കുട്ടിയാവത്തുള്ളൂ. ഇനി പഴയതുപോലെയൊന്നുമല്ല. നിനക്ക് ഇത് 10ാമത്തെ പിറന്നാളാണ്. നീ വലിയ കുട്ടിയായി. ശരി മമ്മി. എടി കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഉസ്മാനെ, നിങ്ങളോടൊക്കെ ഞാൻ ചെയ്തത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. സോറി പിങ്കി മോളെ, തെറ്റി മുഴുവൻ ചെയ്തത് ഞാനല്ലേ. ഞാനാവുകൊണ്ട് നിന്നോട് 100 പ്രാവശ്യം സോറി പറഞ്ഞതുമാണ്. സാരമില്ല, നമുക്കതൊക്കെ വിട്ടുകളയാം. ഇനി നമുക്ക് വീണ്ടും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിൽക്കാം. എങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. എന്നാലും നിങ്ങൾ എനിക്കൊരു വലിയ സർപ്രൈസ് തന്നെയാണ് തന്നത്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരണമെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഉസ്മാന്റെ പ്ലാനാണ്. കണ്ടോടി കണ്ടോ, ഇതുപോലുള്ള ചങ്ങാതിമാരെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും സുമയും കമലയും ഒക്കെ കഴിഞ്ഞതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ നല്ല ചങ്ങാതിമാരായിട്ട് തന്നെ കഴിയണം. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയാലേ അത് ഞങ്ങൾക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹോ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മമ്മി, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സാരില്ല കമലമ്മ, അവിടെ ഒന്നും പറയണ്ട. അവളുടെ പിണക്കമൊക്കെ മാറിയില്ലേ, ഞങ്ങൾക്കത് മതി. അവൻ എവിടത്തേക്കാ പോയത് ഉസ്മാനി? അവൻ ഇപ്പൊ ഇങ്ങ് വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പിങ്കി മോളെ. കേക്കുമുണ്ടോ? അതും എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ. ഇതെന്തൊക്കെയായി കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ നിങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടിയത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എങ്കിൽ വേഗം വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതെന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക്? ആ കേക്ക് പകുതിയും അവനിക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. അന്ന് പോടി പിള്ളയായിരുന്നു. ഇതേ പിങ്കിമോളുടെ കേക്കാ, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി എനിക്ക്. എടാ കൊതിയാ, എനിക്കറിയില്ലേ നിന്റെ കൊതി. നീ കഴിച്ചതിന്റെ ബാക്കി പീസ് മാത്രം മതി ഞങ്ങൾക്ക്. അതിന്റെ ഇഷ്ടം. എങ്കിൽ വേഗം കട്ട് ചെയ്തോ.